അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ പങ്കുചേരാനായി ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ചിത്രത്തിലൂടെ തന്നെ നമ്മൾ വീണ്ടും നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ, ഒപ്പം ഈ ചിത്രം നമുക്ക് സമ്മാനിച്ച സംവിധായകൻ. ഇതാ ഞാൻ സ്വാഗതം ചെയ്യുന്നു അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ നാദിർ ഷാ, ഒപ്പം നമുക്ക് പ്രിയങ്കരായ യുവ നടന്മാർ ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ജയസൂര്യ, ഒപ്പം ഷഫീഖ്. വെൽക്കം ടു ദ ഷോ. അതിന് തന്നെ ഒരു വലിയ കയ്യടി അമർ അക്ബർ ആന്റണി. ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടായതിന്, അതിന്റെ സിനിമയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിന്, പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിന്, നാദിർഷക്ക ആദ്യത്തെ സിനിമയാണ് അമർ അക്ബർ ആന്റണി. ഏറ്റവും നല്ല ഒരു കാസ്റ്റിനെ തന്നെ, ഒരു അല്ലെങ്കിൽ ക്രൂവിനെ തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് കിട്ടി. ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം അല്ലേ അമർ അക്ബർ ആന്റണി? തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കറക്റ്റ്. ഒരു നല്ല കുറേ ആർട്ടിസ്റ്റുകളെയും നല്ല ക്രൂ എനിക്ക് കിട്ടി. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. പിന്നെ അതിനേക്കാൾ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ്, ആ നല്ല സ്ക്രിപ്റ്റ് ആദ്യം കിട്ടി, അതിനുശേഷം നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടി, അതിനുശേഷം നല്ല ടെക്നീഷ്യൻസിനെ കിട്ടി. അപ്പോൾ ആ ഒരു സിനിമ ആ സ്ക്രിപ്റ്റിനകത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ചെയ്തൊരു ജോലി. അത് പ്രേക്ഷകരുടെ മുമ്പിലെത്തിയപ്പോൾ അത് കൃത്യമായിരുന്നു, ആ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് കൃത്യമായിരുന്നു. അത് നമ്മളുടെ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പറഞ്ഞ് അവരിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയതും കൃത്യമായിരുന്നു എന്നുള്ളത് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് മനസ്സിലായി. സിനിമ ഹിറ്റായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു മൾട്ടി സ്റ്റാറർ സിനിമ അല്ലെങ്കിൽ ഒരു മാസിനെ എന്റർടൈൻ ചെയ്യുന്ന സിനിമ തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം സംഭവിച്ചതാണ് ഈ സിനിമയിൽ. സംഭവിച്ചതാണോ? ആ യാദൃശ്ചികമായിട്ട് സംഭവിച്ചത്. നല്ല സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് 3 നായകന്മാർ വേണം, നല്ല അത് വാല്യൂ ഉള്ള മലയാളത്തിലെ നല്ല ഒരു 3 ഹീറോസ് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഏത് സംവിധായകനെ പോലെ എനിക്കുണ്ടായിരുന്നു. അത് ഈ സ്ക്രിപ്റ്റ് നന്നായതിന്റെ പേരിലാണ് ഇവർ 3 പേരും സംഭവിച്ചത്. അപ്പൊ ഏറ്റവും നല്ല ക്രൂവിനെ കൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ എന്തായാലും സംവിധാനം ചെയ്ത് റിലീസായി, അടിപൊളിയായി അല്ലേ? ഇന്ദ്രന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോ, അന്തോണിയെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ, പെൺപിള്ളേരെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലും എന്ന ഡയലോഗ് ആ സിനിമയില് എനിക്ക് തോന്നുന്നു ഇനി ഈ അടുത്ത കാലത്ത് ഏറ്റവും ഹിറ്റായ ഒരു ഡയലോഗ് മിക്കവാറും അത് തന്നെയായിരിക്കും. ഒരു ഡയലോഗ് അല്ല, ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഡയലോഗ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് 2 പാട്ടുകളുണ്ട്. 2 പാട്ടുകളും വളരെ പോപ്പുലർ. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വേഷം എന്നെ തേടി എത്തുന്നത്. എല്ലാവരും പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് ഹ്യൂമർ അധികം ചെയ്യാത്തത്? ഹ്യൂമർ ചെയ്തതൊക്കെ നന്നായല്ലോ, പിന്നെ എന്താ അധികം? നമുക്ക് അത് വിചാരിച്ചാൽ മാത്രം പറ്റില്ലല്ലോ, എല്ലാ ഓഫേഴ്സ് വരണ്ടേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് ഞങ്ങൾ 3 പേരും വായിച്ച് ഇമ്മീഡിയറ്റ്ലി കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് അമർ അക്ബർ അന്തോണി. അത് തീർച്ചയായിട്ടും അതിലെ ഒരു ഹ്യൂമർ കണ്ടന്റിന്റെ സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ വെറുതെ സാധാരണ കാണുന്ന പോലെ വെറും സ്ലാപ്സ്റ്റിക് ഹ്യൂമറോ അങ്ങനെയല്ല. ഓരോരോ സിറ്റുവേഷൻസിനും അതിൻ്റെതായ എക്സ്ട്രീംലി ഹ്യൂമറസ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്. അത് കൂടാതെ അതിനപ്പുറം, അതായത് ഒരു കോമഡി, ഒരു എന്റർടൈനർ, ഫാമിലി എന്റർടൈനർ എന്നതിലുപരി ഒരു വളരെ ഇമ്പോർട്ടന്റ് മെസ്സേജും നമ്മൾ ഈ സിനിമയിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള സീരിയസ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ സീരിയസ് സിനിമകളാണ് പലപ്പോഴും വരാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എന്റർടൈനറിൽ ഒരു സീരിയസ് ഇഷ്യൂ നമ്മൾ പറയാൻ ശ്രമിച്ചു. അത് വലിയ രീതിയിൽ വർക്ക്ഔട്ടായി. പ്രേക്ഷകർക്കും എല്ലാവർക്കും, സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് കാരണം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും എന്നും അന്തോണി എന്ന കഥാപാത്രം ഇറ്റ് ബി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. നോ ഡൗട്ട്സ്. താങ്ക്സ് ടു നാദിർ ഷാ. അപ്പോൾ ആ സന്തോഷത്തിന്റെ വല്ല ഡയലോഗ് പ്രാവശ്യം പറഞ്ഞേ പറ്റൂ. ഇവിടെ അങ്ങ് കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാല് പൃഥ്വിയുടെ അടുത്ത ചോദ്യം. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ചേട്ടൻ അനിയനാണെന്ന് ഇപ്പൊ മലയാളികൾക്ക് അറിയാം നിങ്ങൾ ചേട്ടനും അനിയനാണെന്ന്. അല്ലാത്തവർ വിചാരിക്കും, അറിയാം, അവർക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. ഇവര് ശരിക്കും സുഹൃത്തുക്കളാണോ, ജീവിതത്തിൽ ശരിക്കും ഇങ്ങനെയാണോ? അത് അത്രയും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കുന്ന ചേട്ടൻ ആയതുകൊണ്ടാണ്. നമ്മള് കുട്ടിക്കാലം പോലെ കാണുന്നതല്ലേ. എന്താ വെച്ചാൽ ഇപ്പോ എനിക്കിപ്പോ ഇന്ദ്രയത്തിന്റെ മാത്രമല്ല കേട്ടോ, ജയസൂര്യയുടെ കാര്യമാണെങ്കിലും ഞങ്ങൾ 3 പേരും ഒരു സീൻ വായിക്കുമ്പോ ഞങ്ങൾ 3 പേരും ജഡ്ജ് ചെയ്യുമല്ലോ. ഓക്കെ, ഈ ഡയലോഗ് ജയസൂര്യ പറയുമ്പോ ഇത് ചെയ്യും എനിക്കൊരു ജഡ്ജ്മെന്റ് വരും. അതിന്റെ കൗണ്ടർ ചേട്ടൻ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യും എന്ന് പറയും. അതുപോലെ ഒരു 2 പേർക്കും ഉണ്ടാവും. മോറോലെസ് എനിക്ക് തോന്നുന്നു 90% അത് കറക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് പരസ്പരം അത്ര നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ കരിയറിൽ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ 2 കോ ആക്ടേഴ്സ് ഒന്ന് ജയസൂര്യ, ഇന്ദ്രജിത്തുമാണ്. അത് നായകന്മാരും ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ വിജയം. ഇത് ഈ 3 ആക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഒരു മടി ഉണ്ടെങ്കിൽ ഈ
ഇത്ര നന്നാവില്ലായിരുന്നു. അത് ഇപ്പം അത് അങ്ങനെ 3 പേരെ അങ്ങനെ കാസ്റ്റ് ചെയ്തു, 3 കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച തിരക്കഥാകൃത്തുകൾ, ആ ക്യാരക്ടേഴ്സിനെ കൺസീവ് ചെയ്ത ഡയറക്ടർ, അങ്ങനെ ഒരു എൻവയോൺമെന്റ് സൃഷ്ടിക്കാൻ സാധിച്ച പ്രൊഡ്യൂസേഴ്സ്, അവരെല്ലാവരും അവർ ക്രെഡിറ്റ് അർഹിക്കുന്നവരാണ്. അതേപോലെ ജയന്റെ കഥാപാത്രവും എന്താ പറയാ, ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. മാത്രമല്ല അങ്ങനെ ഒരു ഹാൻഡിക്യാപ്റ്റായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയം നേരത്തേക്ക് സ്റ്റേജിലൊക്കെ ഇറ്റ് ഇസ് ഓക്കെ, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഷൂട്ടിന്റെ ഇടയിൽ അങ്ങനെ എന്താ കാണുമ്പോൾ ഇതാണോ ഇനി ഗ്രാഫിക് കൊണ്ട് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് തോന്നും, അനിമേഷൻ ആണോ അല്ലെങ്കിൽ ശരിക്കും അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്താണോ എന്നൊക്കെ തോന്നും. ഇറ്റ് വാസ് ഭയങ്കര ഒറിജിനൽ ലുക്കായിരുന്നു. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടോ? ആ കഷ്ടപ്പാടൊക്കെ മോണിറ്ററിൽ വന്ന് കാണുമ്പോഴത്തേക്കും വളരെ സന്തോഷമായിട്ട് മാറാറുണ്ടായിരുന്നു. അക്ബർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് കുറവുകളുള്ള ഒരാളുടെ പ്രതിനിധി മാത്രമാണ്. ജീവിതത്തെ അങ്ങനെയല്ല കാണേണ്ടത്, വേറെ രീതിയിലും കൂടി കാണാമെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണല്ലോ അക്ബർ. പിന്നെ ഈ സിനിമയിൽ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിനിമ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നായകൻ അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷെ ഈ സിനിമയിൽ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും കോമഡി കൈകാര്യം, മരിച്ചു കിടക്കുമ്പോൾ പോലും കോമഡി. അതെ, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു വിഷയം ഇതിനകത്തുണ്ട്. അതൊന്ന്. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിലുള്ള സിനിമ പറച്ചിലിൽ നായകൻ നായികയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി അങ്ങനെയൊക്കെയാണ് ത്യജിക്കുക. പക്ഷെ ഇതല്ല, എന്ന് പറയുന്നത് അവരുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ല, ഇത് ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് എല്ലാ ചെറുപ്പക്കാരുടെയും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എന്ന് പറയുന്ന വലിയൊരു മെസ്സേജ് നമ്മൾ ഈ സിനിമയിലൂടെ വളരെ ഹ്യൂമറസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ മെസ്സേജ് എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്കും കുഴപ്പമാണ്. പക്ഷെ അതല്ല, ഹ്യൂമറിലൂടെ അത് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സ്ക്രിപ്റ്റ്, ഈ ഒരു സിനിമയുടെ പ്രത്യേകത. നാഷിക നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ 3 പേരെയും കിട്ടിയത് വലിയൊരു ഭാഗ്യമാണെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഈ സിനിമ കിട്ടിയതാണ് ശരിക്കുള്ള ഭാഗ്യം. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് തേടി വരാനല്ല ഞങ്ങളും ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ 3 പേരും പിന്നെ ക്ലാസ്മേറ്റ്സിന് ശേഷം ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി അഭിനയിക്കുന്ന സിനിമ ഇതാണ്. പക്ഷേ ഈ സൗഹൃദം തന്നെയാണ് സിനിമയ്ക്ക് ഈ എന്താ പറയുക, ക്യാമറയ്ക്ക് പുറകിലുള്ള കുറേ നല്ല നിമിഷങ്ങളും കാര്യങ്ങളാണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. ശരിയും നിങ്ങൾ 3 എത്രത്തോളം ഈ സിനിമയിൽ എൻജോയ് ചെയ്തു അത് കാണാനുണ്ട്. സിനിമയിൽ ഓരോ സീനിലും കാണാനുണ്ട്. അപ്പുറമാണ് ക്യാമറയ്ക്ക് ഇതിനേക്കാൾ അപ്പുറത്താണ്. ഇതൊരു ട്രെയിലറാണ് അല്ലേ? അതുപോലെ ഷഫീഖിന്റെ 2ാമത്തെ സിനിമയാണെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളികൾ എന്തായാലും ഓർത്തിരിക്കാൻ പോകുന്നത് ഈ സിനിമ തന്നെയായിരിക്കും. കാരണം നല്ല ഒരു ഏറ്റവും ആദ്യം ഇടി കിട്ടുന്ന ഏറ്റവും നല്ല നായകന്മാരിൽ നിന്നാണ് 3 പേരൊന്ന് ഇടിയിട്ടിരിക്കുന്നത് 2ാമത്തെ സിനിമയിൽ. ബംഗാളി ലുക്ക് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ കാണുമ്പോഴാണ് പല്ലിന് അത്രയും കറയൊന്നുമില്ല സിനിമയിൽ ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ രൂപമൊക്കെ കുറച്ചുകൂടെ മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, പിള്ളേരൊക്കെ കണ്ട എന്തായാലും ഒരു പേടി അവർക്ക് ഉറപ്പായിട്ട് തോന്നും, അയ്യോ അയാളെന്ന് പറഞ്ഞിട്ട് തോന്നും. എങ്ങനെയുണ്ടായിരുന്നു? എന്നെ പോലത്തെ പുതിയൊരു വ്യക്തി അവരൊപ്പം അവരൊപ്പം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു ടെൻഷനുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം എനിക്ക് ഇവരൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെ എനിക്കും ടെൻഷനായിരുന്നു, എന്റെ ശരിയാകോ, ഇനി അബദ്ധവശാലും വല്ല ഫൈറ്റിന്റെ സമയത്ത് വല്ലതും കൊള്ളോ, ശരിക്കും ഇടി കൊണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങോട്ടും ഒരു മിസ്റ്റേക്ക് വരരുന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അതെ, അപ്പം ഞാൻ എല്ലാവരും 3 പേരും വലിയൊരു ഫാനാണ്. അപ്പൊ അവരുടെ ഒപ്പം അഭിനയിക്കാമെന്ന് തന്നെ എനിക്ക് ഭയങ്കര എന്റെ കുറെ ദിവസം ഉറക്കം തന്നെ പോയി. ചെയ്യണം അതിലുള്ള ആഗ്രഹം. പിന്നെ ഫസ്റ്റ് രാജുവേട്ടനായിട്ട് വന്ന് വേഗം രാജുവേട്ടൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്ന ഷെയ്ക്കാൻ്റെ ഒക്കെ ചെയ്തു വന്ന് അപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നി. ധൈര്യമായിട്ട് ചെയ്തു, മീൻസ് ആ ഒരു കോൺഫിഡൻസ് പാസ് ചെയ്ത് തന്നപ്പോൾ തന്നെ വലിയൊരു എനർജി ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഇന്ദ്രേട്ടനാണെങ്കിലും ജയേട്ടനാണെങ്കിലും അവരുടെ ഒപ്പമുള്ള കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷഫീഖിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. പേരില്ലാത്തൊരു കഥാപാത്രം ഷഫീഖിന്റെ ബംഗാളി അതെ. പക്ഷേ അധികം നമുക്ക് ടോക്ക് ഇല്ലെങ്കിൽ നമ്മൾ അധികം കണ്ണിലൂടെ കൺവേ ചെയ്യേണ്ട അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കാരണം ഇത്രയും പവർഫുൾ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ പ്രസൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. എന്നാൽ ഒന്നും സംസാരിക്കുന്നില്ല, എന്നാൽ എക്സ്ട്രീംലി ഒരു സ്കെയർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അത് ഒരു അഭിനയിക്കാം, കണ്ണിലൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പരിപാടിയാണ്. എന്തായാലും ഷഫീഖ് ഇവിടെ വന്നപ്പോഴാണ് മലയാളിയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ഞാൻ ശരിക്കും ബംഗാളിയാണെന്നാണ് വിചാരിച്ചത്. പണിക്കാരെ വിളിച്ചിട്ട് പോയി. ശരിയാണ്, ഇപ്പൊ വേറൊരു ജോലി കിട്ടിയില്ലെങ്കിലും ബംഗാളി കോൺഫിഡൻസ് ഉണ്ട്. നല്ല സുഹൃത്തുക്കളുടെ കഥകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പിനെ പറയുന്ന കഥകൾ വന്നിട്ടുണ്ട്.
ഫോർട്ട് കൊച്ചി പശ്ചാത്തലമാക്കിയിട്ടുള്ള കഥകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡൗട്ട് എപ്പോഴും മനസ്സിൽ വന്നു, വീണ്ടും ഞാൻ അങ്ങനത്തെ ഒരു കഥയും കൊണ്ട് വന്നാൽ ഇത് ക്ലിക്ക് ആവുമോ? ആദ്യത്തെ സിനിമയാണ്, ആദ്യത്തെ സിനിമ ക്ലിക്കായേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ അടുത്ത് ലൊക്കേഷൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു നമ്മുടെ പല സുഹൃത്തുക്കളും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിയിലാണ് ലൊക്കേഷൻ. കൊച്ചിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അല്ല അവിടെ ഒരു വലിയ പൊല്ലാപ്പാണ്, അവിടുത്തെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നമുക്കാണെങ്കിൽ അവിടുത്തെ കോളനിയാണ്, 3 കോളനി നമുക്ക് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. ഈ 65 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 50 ദിവസത്തോളം കൊച്ചി തന്നെയായിരുന്നു. ഈ 50 ദിവസം അത്ര നമ്മൾ ഈ 50 ദിവസം നമ്മൾ സ്വന്തം വീട്ടിൽ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങളൊരു ഷോട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ സ്കൂട്ടറിന് വന്ന് നിൽക്കായിരിക്കും. കൊച്ചിന് സ്കൂളിൽ പോകേണ്ട സമയമായി, എന്നിട്ട് നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നിട്ട് നമ്മൾ ഷോട്ട് കഴിയുമ്പോൾ പോവുക, നമുക്ക് വേണ്ടിയിട്ട് ഫുൾ നൈറ്റെല്ലാം നമ്മളോട് സഹകരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും സഹകരണമുള്ള ഒരു എന്താ പറയുക ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും ഒരു 65 ദിവസം ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുന്ന പോലെയായിരുന്നു. കാരണം ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരിക എന്ന് പറയുന്ന, ഞങ്ങൾക്ക് ക്രൗഡ് ആവശ്യമുള്ള ചില സീക്വൻസുകളിൽ അവർ തന്നെ വീടുകളിൽ നിന്ന് ആൾക്കാർ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് സാഹചര്യമുണ്ട്. ലഞ്ച് ബ്രേക്കിൽ കുക്ക് ചെയ്ത് ഫുഡ് വരെ നിങ്ങൾക്ക് കൊടുത്തു വിട്ട ക്യാരവനകത്തിരിക്കുമ്പോഴത്തേക്കും വീടുകളിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടറിയോ ഷൂട്ടിംഗ് സമയത്ത്? എക്സ്ട്രീംലി ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു സ്ഥലമായിരുന്നു. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. മാത്രമല്ല ശരിക്കും ഭയങ്കര മഴക്കാലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യവശാൽ ഒരു ദിവസം പോലും മഴ കാരണം നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ ഭാഗ്യം. അപ്പോൾ എന്തുകൊണ്ടോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആദ്യം മുതലേ ഈ ഒരു സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ അത് ലൊക്കേഷനിലും ഉണ്ടായിരുന്നു. വേറെ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റീസൺസ് കാരണം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരും, അങ്ങനെ ഒരു ഇഷ്യൂസേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം മുതലേ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ റിലീസ് ആയപ്പോഴും സിനിമയിൽ പ്രതിഫലിക്കുന്നത്. അതെ, ഇപ്പോൾ എന്തായാലും സിനിമ റിലീസായി ഹിറ്റായി, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാതെ നാദർഷിക സിനിമ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കായിരുന്നു? എനിക്ക് സൗഹൃദം ഇല്ലായിരുന്നു ആക്ച്വലി. എനിക്ക് നാദർഷികനെ അറിയില്ല. അമ്മ ഷോയിനൊക്കെ ഈ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഹലോ ഹായ് ആ പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എനിക്ക് 2-3 പ്രാവശ്യം അമ്മ ഷോന്റെ ഓർഗനൈസേഷനിലൊക്കെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യം, സിനിമയെ പറ്റി നല്ല ധാരണയുണ്ട് ഇയാൾക്ക് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. അൾട്ടിമേറ്റ്ലി ഒരു കാര്യം നമ്മളിവിടെ സമ്മതിക്കണം, ഈ സിനിമയിലേക്ക് ഞങ്ങൾ 3 പേരും എത്തുന്നത് ഇതിന്റെ പ്രാഥമിക കാരണം ബിപിൻ, വിഷ്ണു എന്ന് പറഞ്ഞ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ്. അവര് പേപ്പറിൽ എഴുതി വെച്ചത് അത്രയും ഇംപ്രസീവ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അതിന് ആദ്യം എക്സൈറ്റഡ് ആവുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇത് ചെയ്യുന്നത് നാദർഷികയാണ്. ഒരു കോമഡി ബേസ്ഡ് സിനിമ ചെയ്യാൻ എന്തുകൊണ്ടും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇപ്പം ഞാൻ ഒരുപാട് മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥയാണ്, എന്നെ കാണാൻ വരുന്ന മറ്റു സിനിമാ പ്രവർത്തകർ, കഥ പറയാനും സിനിമാ ചർച്ചകൾക്കായിട്ട് വരുന്ന മറ്റു പലരും ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങനെയുണ്ട് നാദർഷ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ പറയാം സിനിമ ഇറങ്ങുമല്ലോ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് നാദർഷ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരവായല്ലോ. ഒരു പടം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ, അതിന്റെ ഒരുപാട് മുകളിൽ പോയി എന്നുള്ളതാണ് ഇത്രയും നല്ല ഒപ്പീനിയൻസ് വരാൻ. കാരണം സിനിമ പുറത്തുണ്ട്, ഗംഭീര ഡയറക്ടർ എന്നുള്ള ഒരു പ്രശ്നം പുറത്തുണ്ട്. എന്റർടൈനർ മാത്രമല്ല, അതിനപ്പുറം ഈ ഒരു സിനിമ എന്തോ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഒരു പലരും സംസാരിക്കാൻ മടിക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ നമ്മൾ ഈ സിനിമയിലൂടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ സിനിമ ഇത്രത്തോളം നല്ല ഒപ്പീനിയൻ വരാനൊരു കാരണം ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എനിക്ക് ഈ കൂട്ടത്തിൽ എനിക്കായിരിക്കും കേട്ടോ നാദർഷികയായിട്ട് കൂടുതൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ നാദർഷിക വർഷങ്ങൾക്ക് മുമ്പ് നാദർഷികയുടെ ഫാനായിട്ട് ഞാൻ ഓട്ടോഗ്രാഫ് ചോദിക്കാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫ് അല്ല, ഞാൻ ഫോട്ടോ എനിക്ക് ഒരെണ്ണം അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നാഷികൊക്കെ ഞാൻ ലെറ്റർ അയച്ചിട്ട് നാഷിക എനിക്ക് ഫോട്ടോ അയച്ചതുണ്ട്. ഞാനൊരു ഓറഞ്ച് ടീഷർട്ട് ഇട്ട ഫോട്ടോ അയച്ചത്, അത് മാത്രം ഉണ്ടാവുള്ളൂ എനിക്ക്. അതെനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ പൂജാമുറിയിലൊക്കെ വരുന്നത് ആളുകൾ അനുമാനാണെന്ന് ചോദിച്ചിട്ടില്ല, പഠിക്കണ്ട. അല്ല, അങ്ങനെ ഞാൻ ആരാധിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. നാഷികൊക്കെ അറിയാൻ വ്യക്തമായിട്ട്, കാരണം ദേമാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ ഒരു കാസറ്റിൽ പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആകുമ്പോൾ മാക്സിമം ലെവൽ അതാണ് ഒരു അവരുടെ കൂടെ ഒന്ന് നോക്കിയാണ്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകൻ ആണെങ്കിലും മറ്റൊരു കലാമേഖലയിൽ ഒരു ലെജൻഡാണ് അദ്ദേഹം, എല്ലാവർക്കും അറിയാലോ. അവിടുത്തെ ഒരു നമ്പർ 1 സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ഇത് പലപ്പോഴും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡ്രാമ, തിയേറ്റർ ആക്ടേഴ്സ്, തിയേറ്റർ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മളെ മിമിക്രി വളരെ ടഫ് ഒരു സ്കില്ലാണ്. അത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേജിൽ മിമിക്രി കാണിക്കുക എന്ന് പറയുന്നത് വളരെ കഴിവുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പൊ ആ മേഖലയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് നാദർഷ. അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ
അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അത് വാട്ട് ആർ സെലൻഡൺ നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന പറഞ്ഞൊരു ഹൈപ്പിനോടൊപ്പം തന്നെ നാദിർഷയുടെ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമർ ബ്രാൻഡിയുടെ ഞാൻ കേട്ടത് ഇതിന്റെ ഫസ്റ്റ് ഷോ ട്രിവാൻഡ്രത്ത് ശ്രീപത്മനാഭയിൽ ഡയറക്റ്റഡ് ബൈ നാദിർഷ എന്ന് എഴുതി കാണിച്ചപ്പോൾ കൈയടിച്ചു. അത് നാദിർഷക്ക് കാശ് കൊടുത്ത ആളെ കയറ്റി അല്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ജയസൂര്യ അപ്പോൾ ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞു. അപ്പോൾ ആര് വിളിച്ച് ചോദിക്കുകയാണ് ജയസൂര്യ അടുത്ത്, എങ്ങനെയുണ്ട് നാദിർഷ എന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞൊരു ഡയലോഗ്, എന്താണ് കൃത്യമായിട്ട് എടുക്കണേന്നുള്ളത്. അപ്പം ഞാൻ അടുത്തേക്ക് എന്താണ് കൃത്യമായിട്ട് എടുക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നാദിർഷക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ വളരെ ഇങ്ങനെ അതൊഴികെ ബാക്കിയെല്ലാം അങ്ങനെ എന്തും പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു സൗഹൃദം നമുക്കിടയിലുണ്ട്. ഇപ്പൊ സംവിധായകനാണ്, നമുക്ക് തമാശ പറയാൻ പറ്റില്ല. നാദിർഷക്ക് തന്നെ തമാശകളും കാര്യങ്ങളും സെറ്റ്. ഫസ്റ്റ് ഫിലിം, ഇത്രയും വലിയൊരു ക്രൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമ, ഭ്രാന്തായി പോവും. നാദിർഷക്ക് അവിടെ ഷോട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വേറെ തമാശ. അപ്പൊ മറ്റേ അസോസിയേറ്റ് ചേട്ടാ മറ്റേ ഷോട്ട്, ഒരു മിനിറ്റ് ഈ തമാശ തീർന്നോട്ടെ, ഞങ്ങളുടെ തമാശ. അതല്ല അതിന്റെ കാര്യം എന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതാണ് സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴാണ് ഇത്ര വലിയ സംഭവമാണ്. ഷൂട്ട് ചെയ്യണ്ടേ? ഞാന് സിനിമ റിലീസായ ദിവസം ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു. ഞാൻ തിരിച്ചെത്തിയിട്ട് നാർഷകനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞെട്ടിയില്ലേ? അപ്പൊ പറഞ്ഞു ഞെട്ടി. അപ്പൊ ഒരു ഞെട്ടലോടെയാണ് എന്തായാലും ഈ വിജയം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പാട്ടിന്റെ പാരഡി പാടുന്ന വ്യക്തി അടുത്ത് കിട്ടിയിട്ട് പാരഡി പാടാതെ വിടുന്നത് ശരിയല്ല. പക്ഷെ വേറെ ആരുടെയും പാട്ടിന്റെ പാരഡി വേണ്ട, നാദിർഷയുടെ പാട്ടിന്റെ തന്നെ ഒരു പാരഡി പാടണം. അതൊക്കെ ഇപ്പൊ അതിനൊരു പാരഡിയോ അല്ല, വേറെ കാര്യമുണ്ട്. ഇതിന്റെ പാരഡിയാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഈ ട്യൂണിന്റെ പാരഡി ഉണ്ടാക്കിയതാണ് ഈ പടത്തിലിട്ടത്. പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ. അത് ഇനി അതിന്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചിട്ട് വേറെ ഇവർ പട്ടായിൽ പോയാൽ പാടിയേക്കാവുന്ന ഒരു രണ്ട് വരിയായി. നിങ്ങൾ ചിന്തിക്കും പോലെ നിമിഷ കവി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല ഇന്റർവ്യൂവിൽ പലരും പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ച് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പോലെ അതൊന്നുമല്ല. കാരണം ഞാൻ ഒരു 2 വരി എഴുതണമെങ്കിൽ 2 ദിവസം ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ളൂ. അതല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരികളൊന്നും പറ്റില്ല. ഞാൻ ആലോചിച്ചിരുന്ന് എഴുതി ആ സാധനങ്ങൾ പുറത്ത് വിടുന്നതിൻ്റെ പേരിലാണ് പലപ്പോഴും ഇങ്ങനെ നമുക്കൊരു നല്ല പേരുണ്ടായിരിക്കുന്നത്. അത് ആ ഒരു പേര് കളയണം. ഇപ്പൊ ഇത് പെട്ടെന്ന് ചിന്തിച്ച് 2 ചീത്ത അതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ സംഭവിച്ച പോലെ നമ്മൾ ചെയ്ത അതെന്റെ ആക്ടിങ്ങിന്റെ ഗുണം കൊണ്ട് രക്ഷപ്പെട്ടു ചെയ്തത്. അപ്പൊ എന്തായാലും എന്നാ ഈ പാരഡി തന്നെ പാടിക്കോളും. ഇപ്പൊ പാരഡി ആയിട്ടാണല്ലോ ഈ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പാട്ട് പാടിയിട്ടുണ്ട്. അല്ല, ഈ സിനിമയിലെ സിറ്റുവേഷനിൽ കൃത്യമായിട്ട് ഈ കഥാപാത്രങ്ങൾ അല്ലാണ്ട് ഞാൻ പറ്റേ ഈ പാട്ടിൽ പറയും പോലെ ഏത് പെണ്ണിനെ കണ്ടാലും കാശിന്റെ പുറകെ പോകണമല്ല പെണ്ണുങ്ങൾ. അപ്പം ഈ കഥാപാത്രങ്ങൾ അവരുടെ പ്രേമ നൈരാശ്യത്തിൽ അവർ പാടുന്ന പാട്ടിൽ വരുന്ന വരികൾ. അതാ, അല്ലാണ്ട് നമ്മൾ ലേഡീസിന് അതെ. ഇത് ശരിക്കും ഞാൻ പാടിക്കഴിഞ്ഞാൽ അതിന് പുതുമില്ല. ഇവരാണ് സിനിമയിൽ പാടിയിരിക്കുന്നത്. ഇവർ 3 പേരും പിന്നെ കലാഭവൻ ഷാജോണും ചേർന്നാണ് പാടിയിരിക്കുന്നത്. അതിന്റെ പേരിലാണ് പാട്ട് ഹിറ്റായത്. അപ്പൊ അവര് തന്നെ പാടുന്നതാണല്ലോ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കൈ കൊടുത്താലും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെ എറിയില്ലേ സുന്ദരി പെണ്ണേ. ആ ചെമ്പരത്തി ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചുടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചുടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. എന്തായാലും വളരെ സൂപ്പർ ഹിറ്റ് ആയ പാട്ടായി മാറിക്കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെ ഇന്ദ്രന്റെ സൂപ്പർ പെർഫോമൻസ് ഉണ്ട് ഇതിനകത്ത്. 2 പാട്ട് വേറെ അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ അതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ? സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ 1-2 ഇംപ്രവൈസേഷൻസ് അല്ലാതെ ഈ സിനിമയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഓൺ പേപ്പർ ഉണ്ടായിരുന്നു. മാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കമോൺ എവരിബഡി മാത്രം ആവശ്യിക്കണം.
അപ്പൊ ഇനി ധൈര്യമായിട്ട് ഇത്തരം സ്ക്രിപ്റ്റുകൾ എഴുതാൻ അവരെ നിയോഗിക്കാം. തീർച്ചയായിട്ടും അല്ല, ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ അവരിൽ നിന്ന് വരാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ അപ്പൊ എന്തായാലും അവസാനത്തെ സസ്പെൻസ് ആണ്. നാദിർഷക്ക് പറഞ്ഞ സിനിമ കാണാത്തവര് പാടി ഞാൻ അത് കൊളാക്കണം. അപ്പൊ ആദ്യത്തെ പാട്ട് പാടിക്കോ, അതുപോലെ തന്നെ പാടണം. അതെ. കടുവായക്കിടുക പിടിക്കുന്നേ അമ്പമ്പോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യ കമോൺ എവരിബഡി കനവും പോയേ കാനായി കുട്ടിച്ചാത്ത ആഹാ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. ഇപ്പൊ നല്ല രാഗത്തിലേക്ക് പാടിയത് സിനിമയിൽ കുറച്ചും കൂടെ അവസരം ഉണ്ടായിരുന്നു. സിനിമയിൽ പാട്ട് പാടാൻ അറിഞ്ഞുകൂടാത്ത അല്ല, ഇതില് ഇന്ദ്രൻ നല്ല ഗായകനാണ്. അതെ അതെ. ഞാൻ ആലോചിച്ചു, ഇന്ദ്രൻ പാടുമ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് അറിയാം. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇന്ദ്രൻ നല്ല പാട്ടുകാരാണെന്നുള്ളത് എല്ലാ മലയാളിക്കും അറിയാവുന്നതാണ്. ആ ഇന്ദ്രൻ ഇത്രയും കുളമായിട്ട് പാടുക എന്ന് പറയുന്നത് ഏത് റേഞ്ച് വരെ പോകുന്നുള്ളത് അതിന്റെ ഒരു ഹ്യൂമർ. അമർ അക്ബർ അന്തോണിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. ഒരു പടം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അതിന്റെ ഒരുപാട് മുകളിൽ പോയി എന്നുള്ളതാണ് ഇത്രയും നല്ല ഒപ്പീനിയൻസ് വരാൻ. കാരണം സിനിമ ഗോസിപ്പ് പുറത്തുണ്ട്, ഗംഭീര ഡയറക്ടർ എന്നുള്ള ഒരു പ്രശ്നം പുറത്തുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിരിക്കുന്നു. എന്റർടൈനർ മാത്രമല്ല, അതിനപ്പുറം ഈ ഒരു സിനിമ എന്തോ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഒരു പലരും സംസാരിക്കാൻ മടിക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ നമ്മൾ ഈ സിനിമയിലൂടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ സിനിമയെ ഇത്രത്തോളം നല്ല ഒപ്പീനിയൻ വരാനൊരു കാരണം ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എനിക്ക് ഈ കൂട്ടത്തിൽ എനിക്കായിരിക്കും കേട്ടോ ആവശ്യമായിട്ട് കൂടുതൽ ഏറ്റവും കൂടുതൽ അടുപ്പം. അതെ അതെ അതെ. അല്ല, വേറെ ഒന്നും എന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ നാഷിക വർഷങ്ങൾക്ക് മുമ്പ് നാഷിക്കയുടെ ഫാനായിട്ട് ഞാൻ ഓട്ടോഗ്രാഫി ചോദിക്കാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫ് അല്ല, ഞാൻ ഫോട്ടോ എനിക്ക് ഒരെണ്ണം അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നാഷികൊക്കെ ഞാൻ ലെറ്റർ അയച്ചിട്ട് നാഷിക എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാനൊരു ഓറഞ്ച് ടീഷർട്ട് ഇട്ട ഫോട്ടോ അയച്ചത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക്. അതെനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ പൂജാമുറിയിലൊക്കെ അതായിരുന്നു. ആളുകൾക്ക് അനുമാനാണെന്ന് ചോദിച്ചിട്ടില്ല, പഠിക്കണ്ട. അല്ല, അങ്ങനെ ഞാൻ ആരാധിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. നാഷികൊക്കെ അറിയാം വ്യക്തമായിട്ട്. കാരണം ദേമാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ ഒരു കാസറ്റിൽ പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആകുമ്പോൾ മാക്സിമം ലെവൽ അതാണ് ഒരു അവരുടെ കൂടെ ഒന്ന് നോക്കിയാന്നുള്ളത്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകൻ ആണെങ്കിലും മറ്റൊരു കലാമേഖലയിൽ ഒരു ലെജൻഡാണ് അദ്ദേഹം. എല്ലാവർക്കും അറിയാലോ. അവിടുത്തെ ഒരു നമ്പർ 1 സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡ്രാമ, തിയേറ്റർ ആക്ടേഴ്സ്, തിയേറ്റർ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മളെ മിമിക്രി വളരെ ടഫ് ഒരു സ്കില്ലാണ്. അത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേജിൽ മിമിക്രി കാണിക്കുക എന്ന് പറയുന്നത് വളരെ കഴിവുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പൊ ആ മേഖലയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് നാദിർഷ. അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അത് വാട്ട് ആർ സെലൻഡൻ നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന പറഞ്ഞൊരു ഹൈപ്പിനോടൊപ്പം തന്നെ നാദിർഷയുടെ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമർ ബ്രാൻഡിയുടെ ഞാൻ കേട്ടത് ഇതിന്റെ ഫസ്റ്റ് ഷോ ട്രിവാൻഡ്രത്ത് ശ്രീപത്മനാഭയിൽ ഡയറക്റ്റഡ് ബൈ നാദിർഷ എന്ന് എഴുതി കാണിച്ചപ്പോൾ കൈയടിച്ചു. അത് നാദിർഷക്ക് കാശ് കൊടുത്ത ആളെ കയറ്റി അല്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ജയസൂര്യ അപ്പോൾ ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞു. അപ്പോൾ ആര് വിളിച്ച് ചോദിക്കുകയാണ് ജയസൂര്യ അടുത്ത്, എങ്ങനെയുണ്ട് നാദിർഷ? അപ്പോൾ ഇവൻ പറഞ്ഞൊരു ഡയലോഗ്, എന്താണ് കൃത്യമായിട്ട് എടുക്കണേന്നുള്ളത്. അപ്പം ഞാൻ അടുത്തേക്ക് എന്താണ് കൃത്യമായിട്ട് എടുക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നാദിർഷക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ വളരെ ഇങ്ങനെ അതൊഴികെ ബാക്കിയെല്ലാം അല്ല, അങ്ങനെ എന്തും പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു സൗഹൃദം നമുക്കിടയിലുണ്ട്. ഇപ്പൊ സംവിധായകനാണ്, നമുക്ക് തമാശ പറയാൻ പറ്റില്ല. നാദിർഷക്ക് തന്നെ തമാശകളും കാര്യങ്ങളും സെറ്റ്. ഫസ്റ്റ് ഫിലിം, ഇത്രയും വലിയൊരു ക്രൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമ, ഭ്രാന്തായി പോവും. നാഷിക്ക് അവിടെ ഷോട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വേറെ തമാശ. അപ്പൊ മറ്റേ അസോസിയേറ്റ് ചേട്ടാ മറ്റേ ഷോട്ട്, ഒരു മിനിറ്റ് ഈ തമാശ തീർന്നോട്ടെ, ഞങ്ങളുടെ തമാശ. അതല്ല, അതിന്റെ കാര്യം എന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതാണ് സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴാണ് ഇത്ര വലിയ സംഭവമാണ്. ഷൂട്ട് ചെയ്യണ്ടേ? ഞാൻ സിനിമ റിലീസായ ദിവസം ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു. ഞാൻ തിരിച്ചെത്തിയിട്ട് നാർഷക്കിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞെട്ടിയില്ലേ? അപ്പൊ പറഞ്ഞു ഞെട്ടി. അപ്പൊ ഒരു ഞെട്ടലോടെയാണ് എന്തായാലും ഈ വിജയം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പാട്ടിന്റെ പാരഡി പാടുന്ന വ്യക്തി അടുത്ത് കിട്ടിയിട്ട് പാരഡി പാടാതെ വിടുന്നത് ശരിയല്ല. പക്ഷെ വേറെ ആരുടെയും പാട്ടിന്റെ പാരഡി വേണ്ട, നാദിർഷയുടെ പാട്ടിന്റെ തന്നെ ഒരു പാരഡി പാടണം. അതൊക്കെ ഇപ്പൊ അതിനൊരു പാരഡിയോ അല്ല, വേറെ കാര്യമുണ്ട്. ഇതിന്റെ പാരഡിയാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഈ ട്യൂണിന്റെ പാരഡി ഉണ്ടാക്കിയതാണ് ഈ പടത്തിലിട്ടത്. പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ. അത് ഇനി അതിന്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക്
ആലോചിച്ചിട്ട് വേറെ ഇവർ പട്ടായിൽ പോയാൽ പാടിയേക്കാവുന്ന ഒരു 2 വരിയായി എന്താ പറയാ, നിങ്ങൾ ചിന്തിക്കും പോലെ നിമിഷ കവി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല ഇന്റർവ്യൂവിൽ പലരും പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ച് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പോലെ അതൊന്നുമല്ല. കാരണം ഞാൻ ഒരു 2 വരി എഴുതണമെങ്കിൽ 2 ദിവസം ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ളൂ. അതല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരികളൊന്നും പറ്റില്ല. ഞാൻ ആലോചിച്ചിരുന്ന് എഴുതി ആ സാധനങ്ങൾ പുറത്ത് വിടുന്നതിൻ്റെ പേരിലാണ് പലപ്പോഴും ഇങ്ങനെ നമുക്കൊരു നല്ല പേരുണ്ടായിരിക്കുന്നത്. അത് ആ ഒരു പേര് കളയണം. ഇപ്പൊ ഇത് പെട്ടെന്ന് ചിന്തിച്ച് 2 ചീത്ത റിഹേഴ്സൽ കഴിഞ്ഞ് വന്നിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ അതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ സംഭവിച്ച പോലെ നമ്മൾ ചെയ്ത അതെന്റെ ആക്ടിങ്ങിന്റെ ഗുണം കൊണ്ട് രക്ഷപ്പെട്ടു ചെയ്തത്. അപ്പൊ എന്തായാലും എന്നാ ഈ പാരഡി തന്നെ പാടിക്കോളൂ. ഇപ്പൊ പാരഡി ആയിട്ടാണല്ലോ ഈ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പാട്ട് പാടിയിട്ടുണ്ട്. അല്ല, ഈ സിനിമയിലെ സിറ്റുവേഷനിൽ കൃത്യമായിട്ട് ഈ കഥാപാത്രങ്ങൾ അല്ലാണ്ട് ഞാൻ പറ്റേ ഈ പാട്ടിൽ പറയും പോലെ ഏത് പെണ്ണിനെ കണ്ടാലും കാശിന്റെ പുറകെ പോകണമല്ല പെണ്ണുങ്ങൾ. അപ്പം ഈ കഥാപാത്രങ്ങൾ അവരുടെ പ്രേമ നൈരാശ്യത്തിൽ അവർ പാടുന്ന പാട്ടിന് വരുന്ന വരികൾ. അതാ, അല്ലാണ്ട് നമ്മൾ ലേഡീസിന് അത്രേ ഇത് ശരിക്കും ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുതുമില്ല. ഇവരാണ് സിനിമയിൽ പാടിയിരിക്കുന്നത്. ഇവർ 3 പേരും പിന്നെ കലാഭവൻ ഷാജോണും ചേർന്നാണ് പാടിയിരിക്കുന്നത്. അതിന്റെ പേരിലാണ് പാട്ട് ഹിറ്റായത്. അപ്പൊ അവര് തന്നെ പാടുന്നതാണല്ലോ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കൈ കൊടുത്താലും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെയെറിയില്ലേ സുന്ദരി പെണ്ണേ. ആ ചെമ്പരത്തി ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചുടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചുടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. എന്തായാലും വളരെ സൂപ്പർ ഹിറ്റ് ആയ പാട്ടായി മാറിക്കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെ ഇന്ദ്രന്റെ സൂപ്പർ പെർഫോമൻസ് ഉണ്ട് ഇതിനകത്ത്. 2 പാട്ട് വേറെ അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ അതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ? സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ 1-2 ഇംപ്രവൈസേഷൻസ് അല്ലാതെ ഈ സിനിമയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഓൺ പേപ്പർ ഉണ്ടായിരുന്നു. മാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കമോൺ എവരിബഡി മാത്രം ആവശ്യമില്ല. അപ്പൊ ഇനി ധൈര്യമായിട്ട് ഇത്തരം സ്ക്രിപ്റ്റുകൾ എഴുതാൻ അവരെ നിയോഗിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ അവരിൽ നിന്ന് വരാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എന്തായാലും അവസാനത്തെ സസ്പെൻസ് ആണ്. നദീഷ പറഞ്ഞ സിനിമ കാണാത്തവര് പാടി ഞാൻ അത് കൊളാക്കണം. അപ്പൊ ആദ്യത്തെ പാട്ട് പാടിക്കോ, അതുപോലെ തന്നെ പാടണം. അതെ. കടുവായ കിടുവ പിടിക്കുന്നേ അമ്പമ്പോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യയ്യ കമോൺ എവരിബഡി. കനവും പോയേ കാനായി കുട്ടിച്ചാത്ത ആഹാ സ്വാഹ ആഹാ സ്വാഹ ഹോയ് ഹോയ് ഹോയ്. ഇപ്പൊ നല്ല രാഗത്തിലേക്ക് പാടിയത്. സിനിമയിൽ കുറച്ചും കൂടെ അവസരം ഉണ്ടായിരുന്നു. സിനിമയിൽ പാട്ട് പാടാൻ അറിഞ്ഞുകൂടാത്ത അല്ല, ഇതില് ഇന്ദ്രൻ നല്ല ഗായകനാണ്. ഞാൻ ആലോചിച്ചു ഇന്ദ്രൻ പാടുമ്പോ എനിക്കൊരു സംശയം എന്താ പറയുക, ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ നല്ല പാട്ടുകാരാന്നുള്ളത് എല്ലാ മലയാളിക്കും അറിയാവുന്നതാണ്. ആ ഇന്ദ്രൻ ഇത്രയും കുളമായിട്ട് പാടുക എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ പോകുന്നുള്ളത് അതിന്റെ ഒരു ഹ്യൂമർ. അമർ അക്ബർ അന്തോണിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.